ഹലോ, അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എൻ്റെ കയ്യിൽ എന്നോ ഇരിക്കുന്നൊരു വീഡിയോ ഉണ്ട് ഇത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് അപ്ലോഡ് ചെയ്യാറുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പോൾ ക്യൂട്ട് സ്റ്റിക്കേഴ്സിൻ്റെ ട്രെൻഡിങ് കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും ഞാനിതൊന്ന് അപ്ലോഡ് ചെയ്ത് വെക്കുന്നുണ്ട്. വെറുതെ അതിൻ്റെ ഒരു മനസ്സമാധാനത്തിന്. ആദ്യം തന്നെ പിൻട്രസ്റ്റിൽ പോയിട്ട് ഞാൻ കുറച്ച് പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് ട്രേസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വരക്കലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് എക്സ്പേർട്ടാണെന്ന് തോന്നുമെങ്കിലും ട്രേസ് എടുത്തതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കണ ഒരു ആവേശമാണ് ആ കാണുന്നത്. അത് കാര്യമാക്കണ്ട. നമ്മുടെ ബണ്ണിക്കുട്ടന്മാരൊന്ന് കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വാട്ടർ കളറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. വാട്ടർ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുത്ത് സെറ്റാക്കുന്നുണ്ട്. ഒരേ പാറ്റേണിലുള്ള ഒരു ബണ്ണിയാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ തിങ്സിന് മാത്രം വേറെ ഡിഫറെൻറ്റ് കളർ കൊടുക്കാം. അല്ല, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിൽ കൊടുത്തോളൂ, കുഴപ്പമില്ല. കളറൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ സെല്ലോ ടേപ്പ്, നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ഉണ്ടല്ലോ, ആളെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ബണ്ണിയുടെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ എഡ്ജിൽ ആ വൈറ്റ് കളർ വരുന്ന അതേ ഒരു രീതിയിൽ വേണ്ടോ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമേ കുറച്ച് പണിയായിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഒട്ടിച്ച് വെക്കാനൊരു ബേസ് വേണമല്ലോ. അപ്പോഴല്ലേ നമുക്ക് കറക്റ്റ് ടൈമിൽ ഇത് എടുക്കാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ ഞാനൊരു A4 എടുത്ത് അതിനകത്ത് ജസ്റ്റ് ഗ്രിഡ് ലൈനൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്രിഡ് ലൈൻ വരച്ച പേപ്പറിൻ്റെ മുകളിൽ ഒരു OHP ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റിക്കേഴ്സ് എടുത്ത് അതിൻ്റെ പുറകിലും ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ OHP ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ പരിപാടി കഴിഞ്ഞു. സിമ്പിളാണ്, കാണാൻ നല്ല ലുക്കുമാണ്. ഇനി നമ്മൾ ജേർണൽ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്യൂട്ട് DIYs ഉണ്ടാക്കുമ്പോൾ ഒക്കെ ജസ്റ്റ് എടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.